യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷെമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉദാത്തമായത് മനുഷ്യൻ തന്നെയാണ്. മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. മനുഷ്യന് മുന്നേ സൃഷ്ടിക്കപ്പെട്ടതൊക്കെയും ദൈവവചനത്താൽ അരുൾ ചെയ്ത് രൂപപ്പെട്ടവയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ പൂഴിയിൽ നിന്ന് രൂപപ്പെടുത്തി ദൈവത്തിൻ്റെ ജീവശ്വാസം നൽകി അവനെ ജീവനുള്ളതാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ലോകം എന്തു തന്നെ വിധിയെഴുതിയാലും മനുഷ്യനു മേലുള്ള അവസാന വാക്ക് ദൈവത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യനായി അവതരിച്ച യേശുവിനെ സ്പർശിക്കുവാനും യേശുവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങുവാനും അനേകർ കടന്നു വരുന്നതായി നാം സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. ഈ സുവിശേഷത്തിൽ കാണുന്ന എന്നും ജീവിക്കുന്നവനായ യേശു ഇന്നും അനേകരെ സ്പർശിക്കുകയും അവരുടെ ജീവിതത്തെ നവീകരിക്കുകയും ചെയ്യുന്നു. യേശു സ്പർശിച്ച വ്യക്തികളെയും അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങുവാൻ നമുക്കൊരുങ്ങാം. ഇന്ന് നമുക്ക് വചന സന്ദേശവുമായി കടന്നു വരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. അച്ഛനിലൂടെ ദൈവത്തിൻ്റെ കരസ്പർശം നമുക്കും അനുഭവിച്ചറിയാം. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഷെമ ഇസ്രായേൽ എന്ന പ്രോഗ്രാമിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ സന്ദേശം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സ്പർശിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയും കർത്താവിൻ്റെ സ്പർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെപ്പറ്റിയുമാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായി നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോയുടെ സ്പർശനം ആഗ്രഹിച്ച് അനേകർ ഈശോയുടെ അടുക്കലേക്ക് കടന്നു വന്നിരിക്കുന്നു. അവൻ്റെ വചനം കേൾക്കുവാനും അവൻ്റെ സ്പർശനം സ്വീകരിക്കുവാനും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ അവിടെ ഒരുമിച്ച് കൂടി. അനേകരെ അവൻ സ്പർശിച്ചവരൊക്കെ മാറ്റപ്പെട്ട വ്യക്തികളാക്കി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്നത് ഏത് ഘട്ടത്തിലൂടെയാണെങ്കിലും കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം സൃഷ്ടിച്ചവൻ തന്നെയാണ് സ്പർശിക്കുവാൻ അധികാരമുള്ളവൻ. പലപ്പോഴും മറ്റ് പല സ്പർശനങ്ങൾ, ലോകത്തിൻ്റേതായിട്ടുള്ള സ്പർശനങ്ങൾ, മറ്റു വ്യക്തികളുടെ സ്പർശനങ്ങൾ, മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ലോകവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് തകർച്ചകളും തളർച്ചകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇന്നത്തെ വചന സന്ദേശത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ സ്പർശനത്തെ പറ്റിയാണ്. സുവിശേഷങ്ങളിൽ നമ്മൾ യേശു സ്പർശിച്ച കുറേ വ്യക്തികളെ കാണുന്നുണ്ട്. യേശു സ്പർശിച്ച വ്യക്തികൾക്കുണ്ടായ മാറ്റങ്ങളെപ്പറ്റിയും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. കർത്താവിൻ്റെ സ്പർശനം സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യം ശുദ്ധമാക്കുന്ന കർത്താവിൻ്റെ സ്പർശനമാണ്. മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 4-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു.
യേശുവിൻ്റെ അടുത്തേക്ക് ഒരു കുഷ്ഠരോഗി കടന്നു വരണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ അവൻ്റെ മുമ്പിലുണ്ട്. ആ തടസ്സങ്ങളെയും സമൂഹത്തെയും ഒക്കെ അവഗണിച്ച് അവൻ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവൻ്റെ മനോഭാവം നമ്മൾ ശ്രദ്ധിക്കണം. യേശുവിൻ്റെ സ്പർശനം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു മനോഭാവമുള്ളവരായിരിക്കണം. അവൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കർത്താവിനെ വണങ്ങി എളിമപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ മനോഭാവങ്ങൾ ഒത്തിരിയേറെ പ്രധാനപ്പെട്ടതാണ്. കുഷ്ഠരോഗി നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവൻ്റെ ശരീരം കുഷ്ഠം കൊണ്ട് നിറഞ്ഞതാണെങ്കിലും അവൻ്റെ മനസ്സിൽ യാതൊരു കുഷ്ഠവുമില്ല. കർത്താവിൻ്റെ മുമ്പിൽ എളിമപ്പെടുവാനായിട്ട് അവൻ തയ്യാറാകുന്നുണ്ട്. അവൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് കർത്താവിനോട് അപേക്ഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കലേക്ക് അവൻ കടന്നു വന്നത് ഒരുപാട് പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ഒക്കെ അതിജീവിച്ച. അവൻ്റെ മുമ്പിൽ 2 ഓപ്ഷൻസ് ഉള്ളൂ, ഒന്നുകിൽ ജീവൻ അല്ലെങ്കിൽ മരണം. കാരണം അവൻ യേശുവിൻ്റെ അടുത്തിലേക്ക് വന്നതിൻ്റെ ആ ഒരു വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഗുരുവായ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ആളുകളുടെ അടുക്കലൂടെയാണ് കടന്നു വരുന്നത്. ഒരു കുഷ്ഠരോഗി സമൂഹത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. എങ്കിലും അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് യേശുവിൻ്റെ അടുക്കലെത്തി. അതുകൊണ്ട് അവന് ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് എന്നെ ജീവനിലേക്ക് കൈപിടിച്ച് നടത്തും. അതുകൊണ്ട് അവൻ എളിമപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം കുഷ്ഠരോഗിയുടെ മനോഭാവമാണ്. മനസ്സിൽ കുഷ്ഠവുമായി നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു പോയാൽ, എളിമപ്പെടാൻ സാധിക്കാതെ കടന്നു പോയാൽ സൗഖ്യം ലഭിക്കില്ല. ഈ കുഷ്ഠരോഗിയെ കർത്താവ് സ്പർശിച്ചു. ആരും സ്പർശിക്കുവാൻ അറയ്ക്കുന്ന വെറുക്കുന്ന കുഷ്ഠരോഗിയെ കർത്താവ് സ്പർശിച്ചു. കാരണം അവൻ എളിമയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എളിമയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുമെന്ന് ഈ 1ാമത്തെ സ്പർശനത്തിലൂടെ കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നു. ദൈവം സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എളിമപ്പെടുക. നീ എത്രമാത്രം ഉന്നതനാണെങ്കിലും എളിമപ്പെടുക. കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, 2ാമത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന ഒരു വചന സന്ദേശം നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 15-ാമത്തെ വചനത്തിൽ. ഇവിടെ പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുകയാണ്. പലപ്പോഴും ഈശോ കടന്നു ചെല്ലുന്ന ഒരു ഭവനമാണ് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനം. യേശുവിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ വേദിയായിരുന്നു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ ഒരു മനോഹരമായ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിൻ്റെ അടിഭാഗത്ത് പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനം അതുപോലെ തന്നെ കാത്തുപരിപാലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലം അത്രയേറെ ഉന്നതിയിലേക്ക് വരുവാനും പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കിട്ടുവാനും ആ സൗഖ്യത്തിലേക്ക് യേശു നയിക്കുവാനും കാരണമായത് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന് വേണ്ടി തൻ്റെ ഭവനത്തെ മാറ്റിവെച്ചതാണ്. പ്രിയപ്പെട്ടവരെ, പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ ഭവനത്തിൽ യേശു എത്തുമ്പോൾ ആ ഭവനത്തിൽ രോഗിണിയായി കിടക്കുന്ന പത്രോസിൻ്റെ അമ്മായിയമ്മയുണ്ടായിരുന്നു. ആ അമ്മായിയമ്മയെ കണ്ട മാത്രയിൽ പത്രോസ് ഒരു റെക്കമെൻഡേഷൻ നടത്തുന്നില്ല. കൂടെ ആരും റെക്കമെൻഡേഷൻ നടത്തുന്നില്ല. ആരുടെയും റെക്കമെൻഡേഷൻ ഇല്ലാതെ യേശു അവളുടെ കയ്യിൽ സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, സൗഖ്യമുള്ളവളാകുക. എന്നിട്ട് പനിയെ ശാസിച്ച് പുറത്താക്കി എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ സ്പർശിക്കാനുള്ള ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കർത്താവിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം നിൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കണം. പത്രോസിൻ്റെ അമ്മായിമ്മ തൻ്റെ ഭവനവും തൻ്റെ ജീവിതവും കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തവളാണ്. വീണ്ടും വചനം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, അതിനുശേഷം സൗഖ്യപ്പെട്ട പത്രോസിൻ്റെ അമ്മായിമ്മ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട മാറ്റമാണ് ഇത് സൂചിപ്പിക്കുന്നത്, നമ്മളെ കാണിച്ചു തരുന്നത്. ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ, യേശുവിനെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിന് വില കൊടുക്കുവാനും വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഉപകരണങ്ങളായി നമ്മൾ മാറുമെങ്കിൽ നമ്മൾ പറയാതെ തന്നെ കർത്താവ് നമ്മുടെ രോഗാവസ്ഥ തിരിച്ചറിഞ്ഞ് നമ്മുടെ രോഗാവസ്ഥയിലേക്ക് കടന്നു വന്ന് നമുക്ക് സൗഖ്യം നൽകും. അത്ര സ്നേഹമുള്ളവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിൽ കാണുന്ന 3ാമത്തെ യേശുവിൻ്റെ സ്പർശനം നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നത് കണ്ണ് തുറപ്പിക്കുന്ന ഒരു സ്പർശനമാണ്. കണ്ണ് തുറപ്പിക്കുന്ന ഒരു സ്പർശനം. 2 അന്ധന്മാർ യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ മുമ്പിലേക്ക് എളിമയോടെ വീണ്ടും കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അന്ധന്മാർ അവർക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ ലോകം അവർ കണ്ടിട്ടുണ്ടാവില്ല, യേശുവിനെ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ അവർ കേട്ടറിഞ്ഞ വിശ്വാസവുമായി യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. എവിടുന്നോ ആരൊക്കെയോ പറഞ്ഞതായിട്ടുള്ള അറിവുകൾ അവരുടെ ഉള്ളിലുണ്ട്. യേശു സൗഖ്യം നൽകുന്നവനാണ്, കണ്ണുകൾ തുറക്കുന്നവനാണ്.
ജന്മനാ അന്ധന്മാരായിട്ടുള്ള ഈ അന്ധന്മാരുടെ കണ്ണ് തുറക്കുവാനായിട്ട് ഇടയായത് കേട്ടറിഞ്ഞ ദൈവത്തിലേക്ക് അവർ നടന്നെടുത്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ഒരുപക്ഷെ നമ്മൾ കണ്ടറിഞ്ഞിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ ദൈവാനുഭവം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. എങ്കിലും മറ്റുള്ളവർ പറഞ്ഞ് കേട്ടുള്ള അറിവ് പ്രകാരം ക്രിസ്തുവിലേക്ക് നടക്കാൻ നീ തയ്യാറായാൽ ക്രിസ്തു നിൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യവുമായി കടന്നു വരും. നാലാമത് നമ്മൾ കാണുന്ന ഒരു സ്പർശനം ഭയം അകറ്റുന്ന സ്പർശനമാണ്. മത്തായിയുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത്. ഇവിടെ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരുമായിട്ട്, പ്രിയപ്പെട്ട അപ്പസ്തോലന്മാരുമായി രൂപാന്തരീകരണത്തിനായി താബോർ മലയിലേക്ക് പോവുകയാണ്. അവിടെ കണ്ട ദൃശ്യങ്ങൾ അവരെ ഭയപ്പെടുത്തി. ഏലിയായും മോശയും യേശുവും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന ദൃശ്യം അവരെ ഭയപ്പെടുത്തി. വചനം പഠിപ്പിക്കുന്നവർ ഭയചകിതരായിരുന്നു. ഭയന്നിരുന്ന അവരുടെ അടുക്കലേക്ക് കർത്താവ് വന്ന് അവരെ സ്പർശിച്ചു. അവരുടെ ഭയം വിട്ടുമാറി. യേശുവിനോട് ചേർന്ന് അവർ താഴ്വാരങ്ങളിലേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്ന കാര്യം സ്പർശനത്താൽ ഭയത്തെ എടുത്തു മാറ്റുന്ന കർത്താവിനെയാണ്. അവർ കണ്ട കാഴ്ചകളും അവർ തിരിച്ചറിഞ്ഞ കാര്യങ്ങളും അവരെ ഭയപ്പെടുത്തി. പക്ഷേ കർത്താവിനോട് കൂടെ ആയിരുന്നതുകൊണ്ട്, ദൈവിക ദർശനങ്ങളിലായിരുന്നതുകൊണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം അടുത്തുണ്ടായിരുന്നതുകൊണ്ട് അവരെ കർത്താവ് സ്പർശിച്ച് സൗഖ്യപ്പെടുത്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അമിതമായ ഭയങ്ങളും അമിതമായ ഉത്കണ്ഠകളും ഒക്കെ ഉള്ളവരാണ് നമ്മൾ. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഒരുപാട് ഉത്കണ്ഠയുടെ നടുവിലൂടെ കടന്നു പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യം ഉള്ള ഇടങ്ങളിലേക്ക് കടന്നു പോകാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സൗഖ്യം, സ്പർശനത്താലുള്ള ഭയം വിട്ടുമാറുന്ന സൗഖ്യം ലഭിക്കാത്തത്. യേശുവിൻ്റെ സാന്നിധ്യം, യേശുവിൻ്റെ സ്പർശനം നമ്മളെ സൗഖ്യമാക്കുന്ന സ്പർശനമാണ്. അതുകൊണ്ട് ഭയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉത്കണ്ഠകളിലോ ആകുലതകളിലോ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യേശുവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി, സ്പർശനത്തിന് വേണ്ടി ഈ നിമിഷം ആഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ ഭയത്തെയും ഉത്കണ്ഠയെയും എടുത്തു മാറ്റട്ടെ. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത് നമ്മൾ കാണുന്ന യേശുവിൻ്റെ സ്പർശനം മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിലാണ്. അവിടെ ബധിരനും സംസാരിക്കുവാനായിട്ട് തടസ്സമുള്ളവനുമായ ഒരുവനെ യേശുവിൻ്റെ മുമ്പിലേക്ക് അപ്പസ്തോലന്മാർ വഴി കൊണ്ടുവരികയാണ്. ബധിരനും, കേൾവിശക്തിയില്ലാത്തവൻ, സംസാരിക്കാൻ കഴിവില്ലാത്തവൻ. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നുണ്ട്. ബധിരനും മൂകരുമായവൻ. ഈ ഒരു വ്യക്തിക്ക് ബധിരതയുണ്ട്, അവർ കേൾവിശക്തി ഇല്ല, പൂർണ്ണമായും നശിച്ചു പോയവനാണ്. അതുപോലെ തന്നെ അവൻ്റെ സംസാരശേഷി ഇല്ലാത്തവനാണ്. യേശു എന്താണ് ചെയ്യുന്നത്? യേശു അവൻ്റെ ചെവികളിലേക്ക് വിരലുകളിട്ടു, യേശുവിൻ്റെ സ്പർശനം നൽകി. അതുപോലെ തന്നെ അവൻ്റെ നാവിൽ തുപ്പൽ കൊണ്ട് സ്പർശിച്ചു. ആ കർത്താവിൻ്റെ സ്പർശനം അവൻ്റെ നാവിൻ്റെ കെട്ടഴിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൻ്റെ കെട്ടുകളഴിക്കുന്ന ദൈവത്തിൻ്റെ സ്പർശനം ഏറ്റുവാങ്ങണം. പലപ്പോഴും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവരായിട്ട് പലരുമുണ്ട്. പലപ്പോഴും നമ്മുടെ പാപങ്ങളിലേറിയ പങ്കും നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കോപമുണ്ടാകുമ്പോൾ നമ്മുടെ നാവ് നമ്മൾ ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുന്നു. കോപം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, കുടുംബജീവിതത്തിൽ ഈ നാവിനെ ദുരുപയോഗം ചെയ്യുന്നവർ നിരവധിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിൻ്റെ കെട്ടുകളഴിക്കുവാൻ കർത്താവിനോട് ആവശ്യപ്പെടണം. കർത്താവിൻ്റെ സ്പർശനം നമ്മുടെ നാവിൻ്റെ കെട്ടുകളഴിക്കും. പല മക്കളും, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ പഠിക്കുന്നവർ, ഇൻ്റർവ്യൂകളിൽ പോകുന്നവർ കടന്നു വരാനുണ്ട്. അച്ഛാ, ഇൻ്റർവ്യൂവിനും ഫേസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയമാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ എത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയമാണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടുന്നില്ല. പലപ്പോഴും ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു ഭയം, അമിതമായ ഭയം, അത് ഞങ്ങളുടെ കുഞ്ഞുനാളിൽ മുതലേ ഞങ്ങൾ രൂപപ്പെട്ടതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് മാറുവാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അമിതമായ ഭയവും ഉത്കണ്ഠയും ഉള്ളവർ, ഉത്കണ്ഠയ്ക്കും ഭയത്തിനുമൊക്കെ മരുന്ന് കഴിക്കുന്നവരും, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഒരു സ്പർശനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുക. കർത്താവ് സ്പർശിച്ചാൽ നിൻ്റെ നാവിൻ്റെ കെട്ടുകളഴിയും. നിൻ്റെ കെട്ടുകളഴിക്കാനായിട്ട് കർത്താവിന് സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നു ആറാമത് ഈശോ സ്പർശിക്കുന്ന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. ഈശോ ശിശുക്കളെ സ്പർശിക്കുന്നു. കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവരെ തടയുവാനായിട്ട് ഒരുപാട് പേരുണ്ട്. കുഞ്ഞുങ്ങൾ, എന്നാൽ ഈശോ പറയുകയാണ്, ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, അവരെ പോലുള്ളവർക്കാണ് സ്വർഗരാജ്യം. യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഈശോ സ്പർശിച്ചു എന്ന് വചനം പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കർത്താവിൻ്റെ സ്പർശനം കൊടുക്കുവാനായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ കൊണ്ടുവരണം. അവരെ ഇന്ന് തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ തടസ്സപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ. ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയാറുണ്ട്,
ട്യൂഷനും അതുപോലെ തന്നെ പഠനപരമായിട്ടുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ പറഞ്ഞയക്കുവാനായിട്ട് സമയം കിട്ടാതെ വരുന്നു. കുഞ്ഞുങ്ങളെ ദൈവിക കാര്യങ്ങളിലേക്ക് പറഞ്ഞയക്കുവാനായിട്ട് സമയം കിട്ടാതെ വരുന്നു. പ്രിയപ്പെട്ടവരെ, നഷ്ടം നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയണം. ദൈവത്തിലേക്ക് വളർത്താത്ത, യേശുവിലേക്ക് നടത്താത്ത ഒരു കുഞ്ഞ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട കുഞ്ഞായി തീരും. പഠനത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ശിശുക്കളെ ദൈവത്തിലേക്ക് നയിക്കുവാനായിട്ട്, യേശുവിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ ഒരു സ്പർശനം ആ കുഞ്ഞുനാളിൽ തന്നെ കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ കുഞ്ഞ് നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ നഷ്ടമായി മാറും. പിന്നീട് അത്തരം കുഞ്ഞുങ്ങളെക്കുറിച്ച് അവർ ദുഃഖിക്കേണ്ടി വരും. നാളുകൾക്ക് മുമ്പ് ഒരമ്മ തൻ്റെ മക്കളെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയ ഒരമ്മ. അപ്പന് കുടുംബത്തിൽ വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അപ്പൻ സ്വന്തം ഇഷ്ടപ്രകാരം മദ്യത്തിനും അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾക്കും ഒക്കെ അടിമപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ 3 ആൺമക്കളെ അമ്മ നന്നായിട്ട് വളർത്തുകയാണ്. അമ്മയ്ക്ക് കൈവശം കിട്ടുന്ന പണവും അമ്മ അധ്വാനിച്ചുണ്ടാക്കുന്ന പണവുമൊക്കെ ഈ മക്കൾക്ക് പോക്കറ്റ് പണിയായും ഈ മക്കളുടെ ഉപയോഗത്തിനായിട്ടും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷം അമ്മ തിരിച്ചറിഞ്ഞ ഒരു സത്യം, ആദ്യത്തെ മൂത്ത മകൻ കോളേജിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കിയിട്ട് കോളേജിൽ നിന്ന് അവനെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത്തെ മകൻ ഒരു മയക്കുമരുന്ന് കേസിൽ, അധികം പ്രായമൊന്നുമില്ല, 14 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആ കുഞ്ഞിനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ടൗണിലെ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്നും മയക്കുമരുന്ന് പൊതികളുമായിട്ട് പിടിക്കപ്പെട്ടു. ഈ 2 സംഭവങ്ങൾക്ക് ശേഷം ഈ അമ്മ ഓടി വന്ന് എൻ്റെ അടുത്ത് തൻ്റെ ദുഃഖം പങ്കുവെച്ചപ്പോൾ പറഞ്ഞതാ, അച്ഛാ, ഞാൻ അവർക്ക് കഷ്ടപ്പാടിൻ്റെ നടുവിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും, എൻ്റെ ജീവിത പങ്കാളിക്ക് കുടുംബജീവിതത്തിൽ ഒരു താല്പര്യമില്ലാതിരുന്നിട്ടും ഞാൻ അധ്വാനിച്ച് ഞാൻ ആ മക്കളെ ആവശ്യത്തിന് പണം കൊടുത്ത്, ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്ത്, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ വളർത്തി. പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ മറന്നുപോയി, ദൈവത്തെ കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് ഇന്ന് എൻ്റെ 3 മക്കളിൽ 2 പേരും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. കാരണം അവരെ വേദപാഠ ക്ലാസ്സിൽ പറഞ്ഞു വിടുവാനോ, ധ്യാനങ്ങളിൽ പങ്കെടുപ്പിക്കുവാനോ, പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുപോകാനോ ഒന്നും ഞാൻ ശ്രമിച്ചില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരെ പഠിക്കുവാനും അവരെ മറ്റു കാര്യങ്ങളിൽ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ വളർത്തുവാനും, അങ്ങനെ എൻ്റെ കുടുംബജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഒക്കെ എൻ്റെ മക്കളിലൂടെ തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു, അങ്ങനെ കരുതി. എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ദൈവത്തെ കൊടുക്കാത്തത് മൂലം എൻ്റെ മക്കളെ 2 പേരെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് അച്ഛനൊരു കാര്യം പറയണം, മാതാപിതാക്കളോടൊരു കാര്യം പറയണം, എന്തൊക്കെ കൊടുത്താലും ദൈവത്തെ കൊടുത്ത് വളർത്തുന്നില്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ യേശുവിനോട് ചേർത്ത് നിർത്തുവാൻ, യേശുവിൻ്റെ സ്പർശനം അനുഭവിക്കുവാൻ അവർക്കാകണം. അവരുടെ വേദനകളിലും അവരുടെ ദുഃഖങ്ങളിലും അവർക്ക് പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിലേക്ക് തിരിയുവാൻ അത് അവർക്ക് പ്രചോദനം നൽകും. കുഞ്ഞുനാളിലെ കർത്താവിലേക്ക് അവരെ നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ 7ാമത്തെ ഒരു കാര്യം, ജീവിപ്പിക്കുന്ന സ്പർശനം, ജീവൻ നൽകുന്ന കർത്താവിൻ്റെ സ്പർശനമാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യേശു നായനിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ വിധവയായ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്. വിലാപയാത്രയായിട്ട് കടന്നു പോകുന്നു. യേശു ആരുടെയും അനുവാദം കൂടാതെ, ആരും പറയാതെ ഈ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട്, യേശുവിനെ നോക്കിയല്ല ഈ വിധവ കണ്ണുനീർ പൊഴിക്കുന്നത്, നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകളെ ഓർത്ത് വിലപിക്കുന്ന ഈ അമ്മയുടെ, നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുന്ന ഈ അമ്മയുടെ കണ്ണുനീര് കണ്ട് യേശു അവിടെ നിന്ന് ആ ശവമഞ്ചത്തിൽ സ്പർശിച്ചു. അങ്ങനെ മരിച്ച വ്യക്തിയുടെ ശവമഞ്ചത്തിൽ യേശു സ്പർശിച്ചപ്പോൾ ആ കുഞ്ഞ് ജീവനുള്ളവളായി തിരിച്ചു വന്നുവെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവൻ നൽകുന്ന വചനം യേശുവിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഒരുപക്ഷെ നമ്മൾ കണ്ണുനീരോടെ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. മരിച്ചു ജീവിക്കുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് ഓർത്ത്, മരിച്ചു ജീവിക്കുന്ന നമ്മുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഓർത്ത്, മരിച്ചു ജീവിക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഓർത്ത്. ആരൊക്കെയാണ് ഇവർ? പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് പോലും ജീവിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. മരിച്ചതിന് പോലും ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട മക്കൾ, മനസ്സിന് ജീവൻ നഷ്ടപ്പെട്ട മക്കൾ, അങ്ങനെ ജീവശവങ്ങളായിട്ട് ജീവിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ, നിരാശയിലും ആകുലതയിലും കഷ്ടപ്പാടിലും തകർന്ന മനസ്സുമായി കഴിയുന്നവർ, ഒരുപക്ഷെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് വേദനിക്കുന്ന മനസ്സുമായി, മരവിച്ച മനസ്സുമായി കഴിയുന്നവർ, നഷ്ടപ്പെട്ടു പോയ ജോലിയും നഷ്ടപ്പെട്ടു പോയ സമ്പത്തും നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെയും കുറിച്ച് ഓർത്ത് ദുഃഖത്തിൽ മരിച്ചവരായി കഴിയുന്നവർ.
പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മരണാവസ്ഥയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ സ്പർശിക്കുവാനായിട്ട് കർത്താവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്ന ഈ 7 സ്പർശനങ്ങൾ നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നീ തകർക്കപ്പെട്ടു എന്ന് നീ ചിന്തിക്കുന്ന അവസ്ഥയിൽ നിനക്ക് ഒരു സ്പർശനം വഴിയായിട്ട് സൗഖ്യവും ജീവനും നന്മയും നൽകുവാൻ, നഷ്ടപ്പെട്ടു പോയതിൽ തിരിച്ചു നൽകുവാനായിട്ട് നിൻ്റെ കർത്താവിന് സാധിക്കും. ദൈവത്തിലേക്ക് നടന്നു വരിക, കർത്താവിലേക്ക് കടന്നു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്ന മറ്റൊരു സത്യമുണ്ട്. നമ്മൾ കാണുന്നു സീറോ ഫിനിഷ്യക്കാരി സ്ത്രീ. അവർ അന്യജാതിക്കാരിയാണ്. അവൾ യേശുവിനെ ഒന്ന് സ്പർശിക്കണമെന്ന് ആഗ്രഹിച്ച് ഈശോയുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും ഒന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു. എന്തൊരു വലിയ വിശ്വാസമാണത്! കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൊന്ന് സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. അവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു വ്യക്തി യേശുവിൻ്റെ സ്പർശനം ആഗ്രഹിച്ച് തൻ്റെ കുടുംബത്തിലേക്ക് യേശുവിനെ ക്ഷണിക്കുന്ന ഒരു വ്യക്തി, ജായിറൂസ് എന്ന് പറയുന്ന ഒരു വിജാതീയനായ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ജായിറൂസ് ആഗ്രഹിച്ചത് കർത്താവ് എൻ്റെ കുടുംബത്തിൽ വന്ന് അവിടെ ഒരു സ്പർശനം നൽകിയാൽ അവിടെ ഒരു ജീവൻ ലഭിക്കും, സൗഖ്യം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്പർശനം ആവശ്യമാണ്. ഒന്നുകിൽ നമ്മൾ കർത്താവിലേക്ക് പോകണം, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരണം സ്പർശനവുമായി. ഒരു നിമിഷം മരവിച്ചിരിക്കുന്ന മനസ്സാക്ഷികളോടുകൂടി, ഒരുപക്ഷെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും തടവറകളിലും ഒക്കെ കഴിയുന്നവർ ഒരു നിമിഷം ശ്രദ്ധിക്കുക, യേശുവിൻ്റെ ഒരു സ്പർശനത്തിനായി ആഗ്രഹിക്കുക. ഈ ദിവസം കർത്താവിന് നിങ്ങളെ സ്പർശിക്കാൻ സാധിക്കും. കർത്താവിന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ സാധിക്കും. ദൈവ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. കർത്താവിൻ്റെ ഒരു സ്പർശനത്തിനായി ആഗ്രഹിക്കുക. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മളെ സ്പർശിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ സ്പർശനം ആഗ്രഹിക്കുക. കർത്താവ് നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും സ്പർശിക്കട്ടെ. ധാരാളം അനുഗ്രഹങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കട്ടെ. ഈ ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും അതിന് പ്രചോദിപ്പിക്കട്ടെ. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്ക് കാത്തിരിക്കാം. അനേകരെ സ്പർശനത്തിലൂടെ സൗഖ്യം നൽകിയവൻ, അനേകർക്ക് സ്പർശനത്തിലൂടെ ജീവൻ നൽകിയവൻ ഈ ദിവ്യകാരുണ്യനാഥനിലൂടെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും സ്പർശിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ആമേൻ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ. അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയായി ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയായി ദിവ്യ സ്നേഹമേ. ഒരു നിമിഷം നമുക്ക് ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നോക്കാം. വചനത്തിലൂടെ നമ്മൾ കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുവാൻ കഴിവുള്ളവൻ ഇതാ അൾത്താരയിൽ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇരു കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യനാഥനെ നമുക്ക് സ്തുതിച്ച് ആരാധിച്ച് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യത്തിലെ ഈശോയെ നമുക്ക് നോക്കാം. ഇതാ ഈ അൾത്താരയിൽ നിന്നും ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കുന്നു. വചനത്തിലൂടെ നമ്മൾ കേട്ടു, കർത്താവ് സ്പർശിച്ചവരൊക്കെ മാറിയ വ്യക്തികളായി തീർന്നു. അവർ പുതിയ വ്യക്തികളായി മാറി. അവരുടെ രോഗം സൗഖ്യപ്പെട്ടു, അവരുടെ ജീവിത പ്രശ്നങ്ങൾ തീർന്നു. അവർ പുതിയ വ്യക്തികളായി മാറി യേശുവിനെ ആരാധിക്കുകയും യേശുവിനോട് ചേർന്ന് നടക്കുകയും ചെയ്തു.
പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നമ്മുടെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈശോയെ, ഈ ദിവ്യകാരണത്തിൽ നിന്നും നിൻ്റെ ആണിപ്പഴുതുള്ള കരങ്ങൾ കൊണ്ട് ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ ജീവിത പങ്കാളി, കർത്താവെ എൻ്റെ മക്കൾ, കർത്താവെ എൻ്റെ മാതാപിതാക്കൾ, കർത്താവെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സാമ്പത്തിക മേഖല, എൻ്റെ കുറവുകൾ, ബലഹീനതകൾ എല്ലാറ്റിലും നീ സ്പർശിക്കണമേ എന്ന് ഒന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹൃദയത്തോട് ചേർത്ത് വെച്ച കരങ്ങൾ ദിവ്യകാരണത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. ഈശോയെ, അങ്ങയിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഈ കരങ്ങളെ അങ്ങ് കാണണമേ. കർത്താവെ, ആഗ്രഹത്തോടെ വിശ്വാസത്തോടെ അങ്ങയുടെ സ്പർശനം കാത്തിരിക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും സ്പർശിക്കണമേ. സൗഖ്യങ്ങൾ ഒഴുകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യങ്ങളും അത്ഭുതകരമായിട്ടുള്ള വിടുതലുകളും സംഭവിക്കട്ടെ. കർത്താവെ, ഹൃദയവേദനയോടെ പ്രാർത്ഥിക്കുന്ന മക്കൾ, കണ്ണുനീരോടെ നിലവിളിക്കുന്ന മക്കൾ, അവരിലേക്ക് കർത്താവെ അങ്ങ് കടന്നു ചെല്ലണമേ. ഇവരുടെ കരങ്ങളിലൂടെ ഇവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ. കർത്താവെ, അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തോടെ ഈ ആരാധനയോട് ചേർന്ന്, ഈ പ്രോഗ്രാമിനോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സൗഖ്യദായകമായ കരസ്പർശം നൽകി ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവരുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. വലിയ വിടുതലുകൾ അങ്ങയുടെ സ്പർശനത്താൽ ഇവരുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ഞങ്ങൾ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.